മോനെ, ഞങ്ങളുടെ ഒരേ ഒരു മോനാ നീ. നീ ഒരു നല്ല ഡോക്ടറാവണം. നമ്മുടെ ഈ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിട്ടില്ല. നീ ഞങ്ങളുടെ അഭിമാനം കാത്ത് രക്ഷിക്കണം. അതിന് മോള് വിചാരിച്ചാൽ സാധിക്കും. മോളെ കൊണ്ടേ അതൊക്കത്തുള്ളൂ. നമ്മുടെ ഈ കുടുംബത്തെ പേര് മാറ്റി തിരുത്തിയെടുക്കണം. മോൻ മമ്മിയോട് പറഞ്ഞില്ലയോ മോന് മ്യൂസിക് കോളേജിൽ പോകണം, മ്യൂസിക് പഠിക്കണമെന്ന്? മോന് മ്യൂസിക്കേ വേണ്ട, അതങ്ങ് കളഞ്ഞേര്. അതിന് പകരം നമുക്ക് MBBS എടുക്കണം. MBBS എടുത്ത് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തണം. അത് മോൻ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല കേട്ടോ. എന്റെ പൊന്നു മോന്, എന്റെ ചക്കരക്കുട്ട പപ്പ പറഞ്ഞ മോൻ കേട്ടില്ലയോ? പപ്പ പറയുന്നതേ അമ്മച്ചിക്കും പറയാനുള്ളൂ. മോനെ, എന്റെ കൂട്ടുകാരികളുടെ മക്കളെല്ലാം ഡോക്ടർമാരാ. സുഷമ്മയുടെ 2 മക്കളും ഡോക്ടറാ. ഗീതയുടെ 1 മോൻ ഡോക്ടറാ. എനിക്ക് നമ്മുടെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ എന്റെ പൊന്നു മോനെ? എന്റെ മക്കൾ ഡോക്ടറായി കാണാനാ ഞങ്ങളുടെ ഒരു ജീവിതാഭിലാഷമാ മോനെ. എന്നിട്ട് വേണം ഈ സൊസൈറ്റിയിൽ എനിക്കത് ഞെളിഞ്ഞ് കണ്ടോ ഞങ്ങളുടെ കുഞ്ഞ് ഡോക്ടറാണെന്ന് പറയാനേ. എനിക്ക് അതേ ഉള്ളു. എന്റെ മക്കളെന്റെ ഡോക്ടർ ആവാനായിട്ട് എന്റെ മോനെ കൊണ്ടൊന്ന് പറ്റും മോനെ. മോനെയുള്ള കഴിവുണ്ട്. ഈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് എന്തുവാ? അതൊരു ജോലിയാണോ? ഇങ്ങനെ അവിടെ എവിടെ നടന്ന് പാടിക്കൊണ്ട് നടക്കുന്നതാണോ ജീവിതം? മോനെ, ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാ. അല്ലാതെ ഈ പാട്ട് കൊണ്ട് നടന്നിട്ട് എന്തോ ആവാനാ? മോനൊന്നും ആവത്തില്ല. ഡോക്ടർ ആവണം. അതാ മോനെ ഞങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ. എന്തിനാ മമ്മി? എനിക്കും ഇല്ലേ മമ്മി ആഗ്രഹങ്ങളൊക്കെ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തിനാ എന്നെ അടിച്ചേൽപ്പിക്കുന്നത്? എനിക്ക് പേടിയാ. ആശുപത്രി, മാലയും എമർജൻസി, എനിക്ക് ചോരയും കത്രി, എനിക്കങ്ങ് പേടിയാ മമ്മി. ഞാൻ ഇഷ്ടമല്ലാത്ത കാര്യം എങ്ങനെയാ ചെയ്യുന്നത്? എനിക്ക് മ്യൂസിക്, എനിക്ക് അതിനോടൊക്കെയാ താല്പര്യം. നിങ്ങളുടെ അഭിമാന പ്രശ്നമാണോ ഞാൻ ഒരു ഡോക്ടറാവുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ എന്താ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. എന്തിനാ മമ്മി? എനിക്കതൊന്നും വേണ്ട. എനിക്ക് മ്യൂസിക് മതി. എണ്ണേ, ഞാനൊരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്രയും കാലം പിടിക്കുമ്പോ നീ തോളധികം കയറാൻ നിൽക്കരുത്. പപ്പായും ഞാനും പറയുന്നത് കേട്ട് നീ അങ്ങ് ജീവിച്ചാ മതി. നിന്നെ ഡോക്ടർ ആക്കാൻ പറ്റുമെന്നേ ഞങ്ങൾ നോക്കട്ടെ. വേണ്ടേ? വെറുതെ ഇടംകൊള്ളാൻ നിൽക്കരുതേ. ഞങ്ങളുടെ കാര്യം പറഞ്ഞൊന്നും വേണ്ട കേട്ടോ. കാപ്പിന്ന മോളെന്തിയെ? ഇവിടെ കരഞ്ഞോണ്ട് ഇവിടെ ഇരിക്കുന്ന കണ്ടു, പിന്നെ ഞാൻ കണ്ടില്ല. നോക്ക് അവിടെ കാണും, എവിടെ പോയെന്ന് അറിയാറുണ്ട്. പപ്പ മമ്മി, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സ്വപ്നങ്ങൾ വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. എൻ്റെ മുന്നിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. ക്ഷമിക്കണം.